ഹായ്, ഗ്രാൻഡ്യൂർ റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ധൻവൻ. ഇത് നിങ്ങൾ കണ്ടോ? ഇത് ഫോക്സ്വാഗൻ്റെ ജെറ്റ എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക്ഷോപ്പിൽ കിടന്നിട്ട് വണ്ടി ആകെ പൂപ്പൽ പിടിച്ചിട്ടും ചളി പിടിച്ചിട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. ഈ കാറ് നമ്മൾ ഒരു മൾട്ടി സ്റ്റേജ് ഡീറ്റെയിലിംഗ് പ്രൊസീജിയറിലൂടെ നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക്, ഈ ഒരു മിറർ ഫിനിഷിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കും. ഈ ഒരു ഫിനിഷിങ്ങിലേക്ക്, ഈ ഒരു ഗ്ലോസ് ലെവലിലേക്ക് നമ്മളുടെ ഈ ഒരു വണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പ്രൊസീജിയറുകളാണ് ചെയ്തിട്ടുള്ളത്. കാർ ഡീറ്റെയിലിംഗിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള പെയിന്റ് പോളിഷിംഗ്, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതെങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കാണുമ്പോൾ ഉള്ള ഒരു ഗ്ലോസിനെസ് മാത്രമല്ല കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ മുകളിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സാധനങ്ങളും വെക്കാൻ പറ്റില്ല. കണ്ടില്ലേ, എല്ലാം ഒഴുകി താഴെ വീണു. അത്രയ്ക്കും സ്ലിക്കാണ്, എക്സ്ട്രീംലി സ്ലിക്കായി മാറിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു ബോഡി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിനിഷിങ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ തരം പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ. ആദ്യമായി നമുക്കിവിടെ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും അതുപോലെ ടൂൾസും ഒക്കെ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റൂപ്പസ് എന്ന ഇറ്റാലിയൻ ബ്രാൻഡിന്റെ LHR 15 Mark III എന്ന പോളിഷിംഗ് മെഷീനാണ്. ഇത് ഡുവൽ ആക്ഷൻ പോളിഷിംഗ് മെഷീനാണ്. കാർപ്രോ എന്ന ബ്രാൻഡിന്റെ ക്ലിയർ കട്ട്, അതുപോലെ തന്നെ റൂപ്പസിന്റെ ഫോം പാഡുകളും അതുപോലെ തന്നെ റൂപ്പസിന്റെ തന്നെ ബാക്കിയുള്ള കോമ്പൗണ്ട്സും ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൊറിയൻ ബ്രാൻഡ് ആയിട്ടുള്ള കാർപ്രോയുടെ ക്ലിയർ കട്ട് എന്ന ഹെവി കട്ടിംഗ് കോമ്പൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കൂടെ തന്നെ റൂപ്പസിന്റെ ബ്ലൂ കോൾസ് കട്ടിംഗ് പാഡുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കാലങ്ങളായിട്ടുള്ള ഓക്സിഡൈസേഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഫെയ്ഡിങ്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഡിഫക്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. 10 out of 10 ഇതിന് കട്ടിംഗ് പവർ ഉണ്ട്. പിന്നെ ഇതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിന് പൊടിയായി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഡസ്റ്റിംഗ് വളരെ കുറവാണ്. അത് നമുക്ക് വളരെ ഉപകാരമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റൂപ്പസിന്റെ ഗ്രീൻ കളർ പാഡും അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്പിൽ വരുന്ന ഒരു മീഡിയം കട്ടിംഗ് കോമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മീഡിയം ടു ഹെവി ടൈപ്പ് സ്ക്രാച്ചുകൾ അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള സ്വേൾ മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുന്നത് കൂടെ തന്നെ നമ്മളുടെ ഇതിന്റെ മുകളിലുള്ള ഒരുവിധം വലിയ രീതിയിലുള്ള ഡിഫക്റ്റുകളെല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ മുകളിലുള്ള ഫിനിഷിംഗ് സ്റ്റേജുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. കട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളുടെ ഹെവി ഓക്സിഡൈസേഷൻ അതുപോലെ നമ്മുടെ ഡീപ്പായിട്ടുള്ള കുറച്ച് സ്ക്രാച്ചുകൾ, പിന്നെ വലിയ വലിയ സോൾ മാർക്സ്, ഇതെല്ലാം റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിനിഷിംഗ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ ഫിനിഷിംഗ് സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടെ കട്ടിംഗ് പവർ കുറവുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോസ് ലെവൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഫൈൻ കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റൂപ്പസിന്റെ തന്നെ യെല്ലോ ഫോം പാഡും അതുപോലെ തന്നെ റൂപ്പസിന്റെ യെല്ലോ ക്യാപ്പിൽ വരുന്ന ഫൈൻ കോമ്പൗണ്ടാണ്. കെറാമിക് എന്ന് പറയുന്ന ഒരു ഫൈൻ കോമ്പൗണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തേർഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മളുടെ ഫസ്റ്റ് 2 സ്റ്റെപ്പിലും ഉണ്ടായിരുന്ന ആ ഒരു മങ്ങൽ പോയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഗ്ലോസിനെസ്, ഒരു ഗ്ലേസിങ് നമുക്ക് കണ്ടു തുടങ്ങും. ഫോർത്ത് സ്റ്റെപ്പാണ് ശരിക്കും പോളിഷിംഗ് എന്ന് പറയുന്നത്. പോളിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഫൈൻ പോളിഷിംഗ് ആണ്. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ശരിക്കും നമ്മളുടെ ആ ഒരു കളറിന്റെ ഒരു ഡീപ്പ് ഗ്ലോസ്, ആ കളറിന്റെ ഒരു ഡെപ്ത് നമുക്ക് ശരിക്കും പുറത്തേക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പോളിഷിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് ആ വണ്ടിയുടെ ശരിക്കുമുള്ള ആ ഒരു ഗ്ലോസ് നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഈ നമ്മളെ പോളിഷിംഗ് ക്രീമിനകത്തൊക്കെയുള്ള ഓയിൽസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു IPA സൊല്യൂഷൻ മിക്സ് നമ്മൾ ഈ ബോഡിയുടെ മേലെ കംപ്ലീറ്റ് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പെയിന്റ് സീലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പരിപാടി കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടർട്ടിൽ വാക്സ് എന്നുള്ള ഒരു US കമ്പനിയുടെ ഐസ് സീൽ ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിന്റ് സീലന്റ് ആണ്, ഒരു സ്പ്രേ സീലന്റ് ആണ് ഇത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതോട് കൂടിയാണ് നമുക്ക് ഇതിന്റെ ആ ഒരു സ്ലിക്നെസ് നമുക്ക് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെയിന്റ് സീലന്റ് ഉപയോഗിക്കുന്നതോട് കൂടെ നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ലിക്നെസ് ഭയങ്കരമായിട്ട് കൂടുകയും അതുപോലെ തന്നെ നമ്മളുടെ ഗ്ലോസ് ഭയങ്കര രീതിയിൽ എൻഹാൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. വീഡിയോയുടെ താഴെ ലെഫ്റ്റ് സൈഡ് കോർണറിലായിട്ട് കാണുന്ന വ്യൂ പ്രൊഡക്റ്റ് എന്ന ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഇതിന്റെ സ്ലിക്നെസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം നമുക്ക് ഇതിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ 2 പാർട്ടായിട്ട് നമ്മൾ തിരിച്ചിരുന്നു. ഒന്ന് നമ്മളിപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയും
ആണ്, മറ്റേതൊന്ന് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഏരിയ. നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ നേരിട്ട് കാണുക. അതായത് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു ബോട്ടിൽ അതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് ശരിക്കും അത് ഒഴുകി അങ്ങോട്ട് താഴേക്ക് വീണ് പോവുകയാണ്, അതിൻ്റെ മുകളിൽ നിൽക്കുന്നില്ല. അത്രയ്ക്കും സ്ലിക്കായി മാറിയിട്ടുണ്ട് ആ ഒരു ഏരിയ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ നമ്മൾ അൺഫിനിഷ്ഡ് ഏരിയയിൽ വെക്കുന്ന സമയത്ത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കുക ചെയ്യുന്നത്, ഒന്നും സംഭവിക്കുന്നില്ല, അതിന് യാതൊരു രീതിയിലുള്ള അനക്കൊന്നും അവനെ ബോട്ടിൽ വരുന്നില്ല. നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ബോഡി പെയിന്റ് നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ബോട്ടിൽ നമ്മളുടെ ഫിനിഷ്ഡ് ഏരിയയിൽ നിൽക്കാത്തതും നമ്മൾ അൺഫിനിഷ്ഡ് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നതും ഉള്ള കാരണം. നിങ്ങൾക്ക് വീഡിയോനകത്ത് അതിൻ്റെ ആ ഒരു ഗ്ലോസിനെസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വാട്ടർ ബീഡിങ്, അതായത് നമ്മളുടെ ഒരു വെള്ളം എത്രത്തോളം നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വാട്ടർ ബീഡ് ചെയ്യുന്നത് നമ്മൾ വെള്ള തുള്ളിയായിട്ട് നിൽക്കുന്നുണ്ടോ എന്നാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മളുടെ ഐ സീലൻ ഷൈൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് വെള്ളം വീഴുകയാണെങ്കിൽ, അപ്പോൾ ഈ അൺഫിനിഷ്ഡ് ഏരിയയിൽ കണ്ടില്ലേ നമുക്ക് അവിടെ വെള്ളം ബീഡിങ് ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ അതേസമയം നമ്മൾ ഫിനിഷ്ഡ് ഏരിയയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ കറക്റ്റായിട്ട് നമ്മളെ ടൈറ്റ് ബീഡ്സ് ആണ് നമ്മളുടെ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണുന്നത്. മാത്രമല്ല നമ്മളുടെ വാട്ടർ ഷീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വെള്ളം അവിടെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഒഴുകി പോകുന്നത് അതായത് ഒഴുകി മൊത്തമായിട്ടും താഴെ വീണ് പോവുക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ, അതായത് വെള്ളം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വാട്ടർ ഷീറ്റിംഗ് കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, നമുക്ക് നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെള്ളം വീഴുന്നതോട് കൂടെ തന്നെ അതെല്ലാം പെട്ടെന്ന് തന്നെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും. ഒരുപാട് സമയം നമുക്ക് അതിനോട് വെള്ളം നിന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല കണ്ടില്ലേ വെള്ളത്തിൻ്റെ തുള്ളി കണ്ടില്ലേ വളരെ ടൈറ്റ് ആയിട്ടുള്ള ബീഡ്സ് ആണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ആളുകളിലേക്ക് നമുക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. മാത്രമല്ല നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. മാത്രമല്ല നമ്മളുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടെ കൊടുത്തിട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളെ കമന്റ് സെക്ഷനിൽ നമുക്ക് കമന്റായിട്ട് ചോദിക്കാം. ഞാനതിൻ്റെ റിപ്ലൈ നമ്മൾ കമന്റിൽ തന്നെ തരുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആമസോണിൽ നമ്മളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.